ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധിക പുറത്തു നിൽക്കുന്ന ജീവിയോട് സംസാരിക്കുന്നത് അവിടേക്ക് ഇറങ്ങി വരുന്ന സുകുമാരി മുത്തശ്ശി കാണുന്നു. അവിടേക്ക് വരുന്ന സുകുമാരി ആ കാഴ്ച കണ്ടതും ദേഷ്യത്തോടെ രാധികയെ നോക്കുമ്പോൾ ആരോ തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ ജീവൻ രാധികയോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ഞാൻ പറയാം രാധിക, ഞാൻ എൻ്റെ ആളുകളെ ഇവിടേക്ക് പറഞ്ഞയക്കും. അപ്പോ എന്നെ ഇഷ്ടമല്ലെന്നും മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ വിവാഹം മുടക്കാൻ താൻ ശ്രമിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ തന്നെ കാണാൻ ഇനിയും വരും. എനിക്ക് തന്നെ കാണാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് ജീവ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് അവിടെ വാതുക്കൽ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ട് രാധിക ഞെട്ടി. കലിയോടെ സുകുമാരി രാധികയുടെ അരികിലേക്ക് നടന്നെടുത്തു. ആകെ ഭയന്ന് വിറച്ചു നിൽക്കുന്ന രാധികയെ പിടിച്ചു വലിച്ചുകൊണ്ട് സുകുമാരി അകത്തേക്ക് കയറി വന്നു. അങ്ങനെ അകത്തേക്ക് കയറിയതും ഹാളിലേക്ക് രാധികയെ തട്ടിയിട്ട് സുകുമാരി ദേഷ്യപ്പെടുമ്പോൾ അവിടേക്ക് എത്തിയ യശോദയുടെ കാൽച്ചുവട്ടിലേക്ക് രാധിക ചെന്ന് വീണു. ഉടനെ സുകുമാരി പറഞ്ഞു, യശോദേ, നീ ചോദിക്ക്, പാത്തും പതുങ്ങിയും രാത്രി കാലങ്ങളിൽ ഇവിടെ ആരൊക്കെയാണ് ഇവളെ കാണാൻ വന്നു പോകുന്നതെന്ന് നമ്മൾ ആരും അറിയാതെ ഇവിടെ ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്നും ഇവിടെ ആരൊക്കെയാ വരുന്നതെന്നും നീ തന്നെ ഇവളോട് ചോദിക്ക എന്ന് പറയുമ്പോൾ രാധിക അമ്മയെന്ന് വിളിച്ച് യശോദയെ നോക്കി. അപ്പോഴേക്കും നിലത്ത് കിടന്ന രാധികയുടെ മുടിക്കുത്തിനെ പിടിച്ച് സുകുമാരി പിടിച്ചെഴുന്നേൽപ്പിച്ചു. സത്യം പറയടി, നീ നീ പറയുന്നത് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് എനിക്കറിയാം. നീ മനഃപൂർവ്വം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. നിന്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് രാധികയുടെ നേരെ സുകുമാരി തിരിയുമ്പോൾ രാധിക മുത്തശ്ശി എന്ന് വിളിച്ചതും ഉടനെ തന്നെ രാധികയുടെ കർണത്തടിക്കുന്നു സുകുമാരി. നിന്റെ അമ്മയ്ക്ക് വരെ നിന്നെക്കുറിച്ച് അറിയാം. എന്നിട്ടും നിന്നെ എപ്പോഴും ദേവനും യശോദയും ഏതു നേരവും നിന്നെ ന്യായീകരിച്ച് നിന്നെ സ്നേഹത്തോടെ നിന്നോട് സംസാരിച്ച് നിനക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നവരല്ലേ. നിന്റെ അമ്മ ഇപ്പോൾ ഒരു വാക്ക് പോലും മിണ്ടാത്തത് കണ്ടില്ലേ യശോദെ? നീ തന്നെ ചോദിക്കേ, ഇവൾ ആരോടാ സംസാരിച്ചു നിന്നതെന്നും ഇവൾ ആരെയാണ് കാണാൻ പോയതെന്നും നീ തന്നെ ഇവളോട് അന്വേഷിക്കുക എന്ന് രാധികയെ പിടിച്ചു നിർത്തി സുകുമാരി യശോദയോട് പറഞ്ഞു. അത് കേട്ടതും സുകുമാരിയുടെ വാക്ക് കേട്ട് രാധിക യശോദയോട് പറഞ്ഞു, അമ്മ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ സുകുമാരി പറഞ്ഞു, അതെ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഇങ്ങനെ ജീവനോടെ വിട്ട ഒരാളുണ്ടല്ലോ, നിന്നെ പ്രസവിച്ചവള്. അവൾക്കും നിന്നെ പോലെ ഇതുപോലെ ആരെങ്കിലും സമ്മാനിച്ചതായിരിക്കും നിന്റെ ജന്മം. അതാണല്ലോ നീ ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയുള്ള ജന്മമാണെങ്കിലും ഏത് രീതിയിലാണ് നിനക്ക് ജന്മം കിട്ടിയതെങ്കിലും ആ സ്വഭാവമൊന്നും ഈ വീട്ടിൽ നടപ്പിലാവില്ല. ഇവിടെ ഞാൻ അതിനെ അനുവദിക്കുകയുമില്ല എന്ന് പറഞ്ഞ് സുകുമാരി രാധികയോട് ദേഷ്യപ്പെട്ടു. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന യശോദയോട് സുകുമാരി പറഞ്ഞു, യശോദെ, ഇനിയെങ്കിലും നീ ഇവൾക്കെതിരെ പ്രതികരിച്ചേ പറ്റൂ. ഇവള് ചെയ്ത തെറ്റുകളെ ഒന്നും നീ ന്യായീകരിക്കാൻ നോക്കണ്ട. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കും, നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന രീതിയിലാണ് ഇവളുടെ സ്വഭാവം. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ യശോദെ എന്ന് ചോദിച്ച് സുകുമാരി രാധികയെ കുറ്റപ്പെടുത്തും വണ്ണം യശോദയോട് സംസാരിക്കുമ്പോൾ ഉടനെ രാധിക അമ്മയെന്ന് വിളിച്ച് യശോദയുടെ നേരെ എത്തി. ഉടനെ യശോദ രാധികയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അമ്മ പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്ന് ചോദിച്ച് യശോദ രാധികയുടെ നേരെ തിരിഞ്ഞു. രാധിക വാക്കുകൾ കേട്ടതും ഞെട്ടലോടെ നോക്കുമ്പോൾ ഉടനെ യശോദ പറഞ്ഞു, എനിക്കറിയാം നീ ഇതിലപ്പുറവും ചെയ്യുമെന്ന് എനിക്കറിയാം. മുമ്പൊക്കെ ഞാൻ നിന്നെ ന്യായീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അമ്മ പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ എതിർക്കില്ല എന്ന് പറഞ്ഞ് യശോദ അങ്ങനെ നിൽക്കുമ്പോൾ രാധിക അമ്മ തന്നെ തള്ളി പറഞ്ഞതിന്റെ വേദനയിൽ നേരെ റൂമിലേക്ക് പോയി. ഇതെല്ലാം കണ്ടുവന്ന സുകുമാരിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. ഉടനെ തന്നെ സുകുമാരി യശോദയെ വിളിച്ചു. യശോദയെ, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് സുകുമാരി യശോദയെ വിളിച്ചുകൊണ്ട് വേഗം നേരെ പൂജാമുറിയിലേക്ക് എത്തി. അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം യശോദയോട് സുകുമാരി പറഞ്ഞു, യശോദേ, ഭഗവാന്റെ മുന്നിലാണ് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. ഇനി ഭഗവാനെ നോക്കി നീ പറ, എന്താണ് നീ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നത്? അവൾ എന്തൊക്കെയോ തെറ്റുകൾ നിനക്ക് അവൾ ചെയ്ത തെറ്റുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യശോദേ, അവള് നിന്നെ മനസ്സ് തകർക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതാണ് നിനക്ക് കൂടെ ഇങ്ങനെ വയ്യായിക വരുന്നത്. ഇവിടെ ഭഗവാന്റെ മുന്നിൽ വെച്ച് നീ സത്യം പറയണം. ഇവിടെയും നീ നിന്റെ മകളെ രക്ഷിക്കാനാണ് നോക്കുന്നത് എന്ന് ചോദിച്ചതും യശോദ പറഞ്ഞു, അമ്മേ, എനിക്ക് പേടിയാണമ്മേ. എന്റെ മനസ്സിലാകെ വല്ലാത്ത ആശങ്കയുണ്ട്. അങ്ങനെ പല കാഴ്ചകളും എനിക്ക് കാണേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയാണമ്മേ എന്ന്
യശോദ സങ്കടത്തോടെ സുകുമാരിയോട് പറഞ്ഞു. ഉടനെ സുകുമാരി ചോദിച്ചു, എന്താ എന്താ നീ കണ്ടത്, എന്താ കാര്യം എന്ന് ചോദിച്ചതും യശോദ നടന്ന സംഭവങ്ങൾ സുകുമാരിയോട് വിശദമായി പറയുന്നു. അന്ന് ക്ഷേത്രനടയിൽ ആ ശ്രീകോവിലിന് മുന്നിലായി രാധിക ബോധം കെട്ട് വരുണിന്റെ മടിയിൽ കിടന്നതും വരുൺ രാധികയെ വെള്ളം തെളിച്ച് ഉണർത്തിയതും പിന്നീട് വരുണും രാധികയും തമ്മിലുള്ള സംസാരവും പ്രിയങ്ക ഇനി ഈ കാഴ്ച കണ്ടാലും കുഴപ്പമില്ല എന്നും രാധികയെ ചേർത്ത് പിടിച്ച് വരുൺ പറഞ്ഞ വാക്കുകളുമെല്ലാം യശോദ സുകുമാരിയോട് പറഞ്ഞു. എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമ്മളെപ്പോലെ തന്നെ വരുണിന്റെ മനസ്സിലും അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. പ്രിയങ്ക കൂടെ ഉണ്ടെങ്കിൽ പോലും വരുണിന്റെ മനസ്സിൽ അന്ന് നടന്ന സംഭവങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവന്റെ മനസ്സിൽ രാധികയോടാണ് സ്നേഹവും. അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞതും ഇത് കേട്ട സുകുമാരി പറഞ്ഞു, ഈ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ രാധിക. അവൾ ഇവിടുന്ന് ഇല്ലാതാകണം. അവൾ ഈ വീട്ടിൽ നിന്ന് പോണം. അവളെ ഇല്ലാതാക്കിയേ തീരൂ. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അവൾ ഇവിടുന്ന് പോകും. ഇന്ന് തന്നെ അവളെ ഇവിടെ നിന്ന് ഞാൻ ഇറക്കി വിടുക തന്നെ ചെയ്യും. അത് കേട്ടതും യശോദ അമ്മേ എന്ന് വിളിച്ചപ്പോ യശോദയോട് സുകുമാരി പറഞ്ഞു, ഇന്നിങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ നമ്മൾ പല പല ജന്മങ്ങളും നമ്മുടെ മുന്നിൽ മരണമടയുന്നത് കാണേണ്ടി വരും. പല മരണങ്ങൾക്കും നമ്മൾ സാക്ഷിയാകേണ്ടിയും വരും. അതിനെല്ലാം പരിഹാരം അവൾ ഇവിടുന്ന് പോവുക എന്നത് തന്നെയാണ്. ഇന്നത്തോടെ അവൾ ഈ വീടിന്റെ പടി ഇറങ്ങിയിരിക്കും. യശോദെ, നീ ഇവിടെ ഈ പൂജാമുറിയിൽ തന്നെ ഇരുന്നോണം. നീ പുറത്തേക്ക് വരികയേ വേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് സുകുമാരി ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. യശോദ ആകെ സങ്കടത്തോടെ കൃഷ്ണന് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോൾ പ്രാർത്ഥനയോടെ സങ്കടപ്പെട്ട് അങ്ങനെ കരയുമ്പോഴാണ് റൂമിലിരിക്കുന്ന രാധികയുടെ അരികിലേക്ക് സുകുമാരി എത്തിയത്. എഴുന്നേക്കടി എന്ന് പറഞ്ഞതും രാധിക ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഉടനെ സുകുമാരി പറഞ്ഞു, നിനക്ക് എടുക്കാനുള്ള എന്തൊക്കെയാന്ന് വെച്ചാ വേഗം നീ എടുത്തോ. നിന്റെ ബാഗും എല്ലാം എടുത്ത് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞു. അത് കേട്ടതും രാധിക സുകുമാരിയെ നോക്കി. അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഇനി നിന്നെ ഈ ആറ്റുവാശ്ശേരിയിൽ ആവശ്യമില്ല. നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. നിന്റെ അമ്മയ്ക്ക് പോലും നീയാണ് അവളുടെ അസുഖത്തിന് കാരണക്കാരി നീയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവന് കൂടി ആപത്തുണ്ടാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന നിന്നെ ഞാൻ ഇന്നിവിടെ നിർത്തില്ല. എന്തായാലും നീ വന്നു കയറിയ നാൾ മുതൽ നിന്റെ അമ്മ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളപ്പോ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവള് എന്നോട് എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് അവളുടെ മനസ്സ് പിടയുന്നതും അവൾക്ക് ഈ തുടരെ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ കാരണക്കാരി നീയാണ്. ഇനി നീ ഈ വീട്ടിൽ വേണ്ട, ഇറങ്ങടി ഇവിടുന്ന് എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, ഇല്ല മുത്തശ്ശി, ഞാൻ പോവില്ല എന്ന് പറഞ്ഞതും നീ പോവില്ലേ, നിന്നെ ഞാൻ ഇറക്കും എന്ന് പറഞ്ഞു രാധികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് സുകുമാരിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഉടനെ വാതിൽക്ക് നിന്ന് യശോദയുടെ അരികിലേക്ക് എത്തി രാധിക വിളിച്ചു, അമ്മേ അമ്മേ, അമ്മ മുത്തശ്ശിയോടൊന്ന് പറയമ്മേ എന്ന് പറഞ്ഞതും യശോദ കണ്ടില്ല എന്ന ഭാവത്തിൽ അവിടെ തന്നെ അങ്ങനെ നിന്നു. ഈ സമയത്ത് യശോദ രാധികയെ പിടിച്ചു വലിച്ച് മുറ്റത്തേക്ക് വലിച്ചെറിയുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വന്ന ദേവനാരായണന്റെ കാൽച്ചുവട്ടിലേക്ക് രാധിക ചെന്ന് വീണത്. ഉടനെ ദേവനാരായണൻ മോളെ എന്ന് വിളിച്ച് രാധികയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അപ്പോഴേക്കും കുട്ടിക്കറിഞ്ഞുകൊണ്ട് അച്ഛ എന്ന് രാധിക വിളിക്കുമ്പോൾ ഉടനെ സുകുമാരിയുടെ നേരെ ദേവനാരായണൻ തിരിഞ്ഞു. അമ്മേ, എന്താ അമ്മേ അമ്മയെ കാണിച്ചു കൂട്ടുന്നത്? എന്തൊക്കെയാ അമ്മയെ കാണിക്കുന്നത്? എന്റെ മോളോടുള്ള അമ്മയുടെ ദേഷ്യം പകയൊന്നും തീർന്നില്ലേ എന്ന് ചോദിച്ചു. ഉടനെ സുകുമാരി പറഞ്ഞു, ദേവാ, നമുക്ക് എല്ലാവർക്കും മാനമര്യാദയോടെ ജീവിക്കണമെങ്കിൽ നമ്മളെല്ലാവരും മാനത്തോടു കൂടി മരിക്കണമെന്നുണ്ടെങ്കിലും ഇവളെ ഈ വീട്ടിൽ നിന്ന് പോയേ തീരൂ. അതുപോലെയുള്ള പ്രവർത്തികളാണ് ഇവളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെയുള്ള കാഴ്ചകളാണ് കാണുന്നത് എന്ന് പറഞ്ഞതും ഉടനെ ദേവനാരായണൻ ചോദിച്ചു, ശരി, അമ്മയ്ക്ക് ഇപ്പോഴും എന്റെ മോളുടെ മേലുള്ള സംശയം തീർന്നിട്ടില്ല അല്ലെ? മുമ്പ് അമ്മ ആരെയോ ഇവളുടെ കൂടെ കണ്ടു എന്നല്ലേ അമ്മ പറഞ്ഞത്? അന്നെന്താ സംഭവിച്ചത്? യശോദയല്ലേ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? എപ്പോഴും എന്റെ കുഞ്ഞിനോട് അമ്മയ്ക്ക് ഇങ്ങനെയൊരു അകൽച്ചയും വെറുപ്പുമുണ്ട് എന്ന് എനിക്കറിയാം. അവളെ കണ്ട നാൾ മുതൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അകൽച്ചയും വെറുപ്പും എന്റെ കുഞ്ഞിനോടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പ്രശ്നം ഇങ്ങനെ അങ്ങ് പരിഹരിക്കാനായിട്ടല്ല ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും എന്റെ രാധിക മോളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും ഉടനെ സുകുമാരി പറഞ്ഞു, എടാ, ഇവിടെ മറ്റുള്ളവരുടെ മനസ്സിൽ കിടന്ന് നീറിപ്പുകയുന്ന വേദന അത് എത്രത്തോളമാണെന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞത് ദേവനാരായണൻ ചോദിച്ചു. അത് ശരി, ഞാൻ അറിയാത്ത എന്ത് വേദനയാ ഇവിടെ മറ്റുള്ളവരുടെ മനസ്സിലുള്ളത്? അതൊന്നും എനിക്കറിയണല്ലോ. എന്റെ കുഞ്ഞിന് ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും അടിച്ചിറക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോൾ ഇവിടേക്ക് വന്ന നാൾ മുതൽ അമ്മ ഇവളോട് കാണിക്കുന്നതാണ് ഈ അകൽച്ചയും ഇത്തരം പ്രവർത്തികളുമൊക്കെ. ഇതിനെയൊക്കെ ഒരിക്കലും ഞാൻ അനുകൂലിക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേവനാരായണൻ രാധികയെ നോക്കിയിട്ട് പറഞ്ഞു, ഈ അച്ഛന് ജീവനുള്ളിടത്തോളം കാലം എന്റെ മോൾ ഈ വീട്ടിലുണ്ടാവും.
എന്റെ മോളെ ഇവിടുന്ന് പറഞ്ഞയക്കാനും ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് ദേവനാരായണൻ അറിയിച്ചു. മോളെ രാധികെ, നീ അകത്തേക്ക് കയറിപ്പോ എന്ന് ദേവനാരായണൻ രാധികയോട് പറയുമ്പോൾ ആകെ ഞെട്ടലോടെ രാധിക നോക്കുകയാണ്. അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ മോളെ, നീ അകത്തേക്ക് പോകാൻ എന്ന് പറഞ്ഞ് ദേവനാരായണൻ രാധികയെ പറഞ്ഞയച്ചു. രാധിക ആകെ വിഷമത്തോടെ നേരെ അകത്തേക്ക് പോകുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു, എന്റെ മോളുടെ നേരെ ഈ അതിക്രമം തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇതിനൊരു പരിഹാരം ഞാൻ നോക്കിയിട്ട് ഒന്നേ കാണുന്നുള്ളൂ, അവളുടെ വിവാഹം. എത്രയും വേഗം അവളെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ യശോദയെ നോക്കുകയാണ് സുകുമാരി. ഉടനെ സുകുമാരി പറഞ്ഞു, ശരി, അവളുടെ വിവാഹം നടത്താം. എത്രയും വേഗം തന്നെ അവളുടെ വിവാഹം നടത്താം. അതിന് എന്നാലാകുന്ന എല്ലാ സഹായവും അവളുടെ വിവാഹം നടത്തുന്നതിന് നിനക്കൊപ്പം ഉണ്ടാകും. ഏതെങ്കിലും കണ്ണുപൊട്ടനെയോ കാലം മുടന്നുള്ളവനെയോ ആരെയെങ്കിലും കണ്ടുപിടിച്ച് ആ നാശത്തെ ഇവിടെ നിന്ന് പറഞ്ഞയക്ക് എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടെ ദേവനാരായണൻ പറഞ്ഞു, അമ്മ പറയുന്നത് പോലെ അങ്ങനെ എൻ്റെ മോൾക്ക് ചേരാത്ത, അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിവാഹത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. അവൾക്ക് ചേരുന്ന നല്ല ഒരു വിവാഹം തന്നെ, ഒരു നല്ലൊരു പയ്യനെ തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും. എന്തായാലും എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെടുന്ന, അവളെ നോക്കുന്ന ഒരു പയ്യനെ തന്നെയായിരിക്കും ഞാൻ കണ്ടെത്തുക എന്ന് ദേവനാരായണൻ അറിയിച്ചു. അല്ലാതെ എൻ്റെ മോൾക്ക് കണ്ടെത്തുന്ന ആൾക്ക് ഒരു പോരായ്മകളും ഉണ്ടാവുകയില്ല. അയാള് എല്ലാ രീതിയിലും എൻ്റെ മോൾക്ക് യോജിച്ചവൻ തന്നെയായിരിക്കും എന്ന് ദേവനാരായണൻ അറിയിച്ചു. അത് കേട്ടതും ഉടനെ സുകുമാരി യശോദയെ നോക്കിയിട്ട് പറഞ്ഞു, യശോദേ, ഇത് തന്നെയാണ് ഈ വീട്ടിലെ പ്രശ്നത്തിനുള്ള പരിഹാരം. അങ്ങനെ തന്നെ വരട്ടെ. പിന്നെ ദേവ, നീ പറയുന്നത് പോലെ നമ്മള് കുട്ടികളായിരിക്കുമ്പോൾ മക്കളെ മടിയിലെത്തി പറയും, 7 കടലും കടന്ന് ഒരു രാജകുമാരൻ അവരെ തേടിയെത്തുമെന്ന്. അതൊക്കെ പറയാനും സ്വപ്നം കാണാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ അത് നടപ്പിലാക്കാനാണ് വളരെ പ്രയാസം. നമ്മളെ കൊണ്ടാകുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ എന്ന് ദേവനാരായണനോട് സുകുമാരി പറഞ്ഞു. സുകുമാരിയുടെ വാക്കുകൾ കേട്ട് ദേവനാരായണൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ യശോദയെ നോക്കി സുകുമാരി പറഞ്ഞു, യശോദേ, നീ വിഷമിക്കാതെ, ഇതിനുള്ള പരിഹാരവും അത് തന്നെയാണ്. ഇന്ന് നീക്കുമായി അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ തീരൂ. പിന്നെ ഈ ആറ്റുവാശ്ശേരിയില് സമാധാനമുണ്ടാകും. അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാം, അതാ വേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സുകുമാരിയും അകത്തേക്ക് പോന്നു. പിറ്റേന്ന് രാവിലെ രാധിക താൻ കിടന്ന ബെഡെല്ലാം വൃത്തിയായി വിരിച്ച് ഷീറ്റൊക്കെ എടുത്ത് മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സുകുമാരി അവിടേക്ക് എത്തി. രാധികയെ, നീ വേഗം പോയി കുളിച്ച് റെഡിയാവ് എന്ന് പറഞ്ഞതും, എന്താ മുത്തശ്ശി എന്ന് സുകുമാരിയോട് രാധിക അന്വേഷിച്ചു. ഉടനെ രാധികയോട് സുകുമാരി പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞു കേട്ടില്ലേ, പോയി വേഗം റെഡിയാകാൻ. ഇനി എന്തിനാണെന്നും കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞാൽ മാത്രമേ നീ കുളിക്കുകയും റെഡിയാവുകയുള്ളോ എന്ന് ചോദിച്ചു. അത് കേട്ടതും, ഇല്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് രാധിക പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉടനെ സുകുമാരി മനസ്സിൽ പറഞ്ഞു, ഇന്നത്തോടെ നിന്റെ ഇതിനെല്ലാം പരിഹാരം ഞാൻ ഉണ്ടാക്കും. ഞാൻ ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങ് നിൽക്കുമ്പോൾ യശോദയെ സുകുമാരിയുടെ വാക്ക് കേട്ട് രാധിക ആകെ സംശയത്തോടെ അവിടേക്ക് വരുന്നത് കണ്ട് ഉടനെ സുകുമാരി പിന്നാലെ എത്തിയിട്ട് പറഞ്ഞു, നിന്നോട് പോയി കുളിക്കാനല്ലേ പറഞ്ഞത്? വേഗം തന്നെ രാധിക കുളിക്കാനായി പോകുന്ന നേരത്ത് അവിടേക്ക് എത്തിയ യശോദ ചോദിച്ചു, എന്താ അമ്മേ? അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു, ഇന്ന് രാധികയെ പെണ്ണ് കാണാന് ഒരു കൂട്ടര് വരുന്നുണ്ട്. അത് കേട്ടതും സുകുമാരി ചോദിച്ചു. സുകുമാരിയുടെ മറുപടി കേട്ട് യശോദ അന്വേഷിച്ചു, അമ്മേ, ഇത്ര പെട്ടെന്നോ എന്ന് ചോദിച്ചതും, അതെ, ഇന്നലെ രാത്രി തന്നെ ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കി. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതിന് ഒരാളെ ഞാൻ കണ്ടെത്തുകയും ചെയ്തു. ഇന്ന് തന്നെ വരും അവര്. അതുകൊണ്ട് അവളോട് റെഡിയാകാൻ പറഞ്ഞത്. ഇനി ഇവളെ, ഈ നാശത്തെ ഇവിടെ ഇങ്ങനെ നിലനിർത്തണ്ട, എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് പറയുന്നു. പിന്നീട് സുകുമാരിയും ദേവനാരായണനും ചെറുക്കൻ കൂട്ടരുടെ വരവിനായി കാത്തങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ സുകുമാരിയോട് ദേവനാരായണൻ ചോദിച്ചു, അല്ല അമ്മ എത്ര പറഞ്ഞിട്ടും എനിക്കിങ്ങോട്ട് ആളെ പിടികിട്ടുന്നില്ല. അല്ല, ആരാ അമ്മ ഇത്ര വേഗം തന്നെ ഇങ്ങനെ ഒരു ആളെ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സുകുമാരി പറഞ്ഞു, അതെ, നല്ല കൂട്ടരാണേ, നല്ല സാമ്പത്തിക ശേഷിയുള്ളവരുമാണ്, നല്ല ആളുകളാണ്. എന്തായാലും ഇനിയും ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കണ്ടല്ലോ. ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഞാൻ അപ്പുറത്തെ മേലത്തെ ആ മാധവിയോട് പറഞ്ഞിരുന്നു. അവളാണ് ഇങ്ങനെ ഒരു കാര്യം എന്നെ പറഞ്ഞത്. അവൾ എന്തായാലും നമുക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും അവൾ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ദേവനാരായണൻ പറഞ്ഞു, എന്തായാലും അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞിനോടൊരു സ്നേഹം തോന്നിയല്ലോ, നല്ലൊരു തീരുമാനം അമ്മ എടുത്തല്ലോ. എന്തായാലും എൻ്റെ മോൾക്ക് ചേരുന്ന ആളുകളെ മാത്രമേ, എൻ്റെ മോൾ ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ടുള്ള വിവാഹമേ ഞാൻ സമ്മതിക്കൂ എന്ന് ദേവനാരായണൻ സുകുമാരിയോട് പറയുമ്പോൾ സുകുമാരി പറഞ്ഞു, എടാ ദേവ,
നിന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എനിക്ക് കാണാതിരിക്കാൻ കഴിയുമോ? ഞാനതെല്ലാം നോക്കിക്കണ്ടു തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു കാറ് മുറ്റത്തേക്ക് വന്നു നിന്നു. കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുകയും കൂടെ രണ്ടുപേരും കൂടി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഉടനെ ആ ചെറുപ്പക്കാരനെ കണ്ടതോടെ ദേവനാരായണന് വളരെയേറെ ഇഷ്ടമായി. അതിനുശേഷം കൂടെ വന്ന ദല്ലാളും അതിനൊപ്പം വന്ന മറ്റു പ്രായമായ ആളെയും രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ദേവനാരായണൻ സ്വീകരിച്ചു. അതെ, ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം, അത് ഡ്രൈവർ തന്നെ പിന്നെ ശരിയാക്കി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവനാരായണൻ എല്ലാവരെയും സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ച് അവിടെ ഇരുത്തുമ്പോൾ ദേവനാരായണൻ കൂടെ വന്ന ആ ചെറുപ്പക്കാരനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. മോൻ്റെ കാര്യത്തെ മോന് ജോലി അങ്ങ് കാനഡയിലാണെന്നും അവിടെ ബിസിനസ് ചെയ്യുകയാണെന്നും കുറെ ആളുകൾക്ക് ജോലി കൊടുക്കുകയാണ് എന്നുമൊക്കെ ദലാള് മറുപടി പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ ദേവനാരായണൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഈ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് തിരുമേനിയെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെറുപ്പക്കാരൻ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് ദേവനാരായണൻ വളരെ സന്തോഷത്തോടെ ഇരുന്നു. അതിനുശേഷം പെൺകുട്ടിയെ അവിടേക്ക് വിളിപ്പിക്കുന്നു. സുകുമാരി വേഗം മോളെ കൊണ്ടുവരാൻ പറഞ്ഞതും രാധിക ചായയുമായിട്ട് അവരുടെ അരികിലേക്ക് എത്തി. പലഹാരവും ചായയും എല്ലാമായിട്ട് അവർക്ക് മുന്നിലേക്ക് എത്തിയതും ആ ചെറുപ്പക്കാരന് നേരെ രാധിക ചായ നീട്ടി. ആ സമയത്ത് ഉടനെ ദേവനാരായണനും വലിയ സന്തോഷത്തോടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നിമിഷം തന്നെ അവിടെ ഇരുന്ന് ദല്ലാള് പറഞ്ഞു, അതെ, പയ്യനെ ശരിക്കും നോക്കിക്കോണം കേട്ടോ, വേറെ ആരുമല്ല, ദാ ഇരിക്കുന്നു, ഇദ്ദേഹമാണ് പയ്യൻ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പ്രായമായ ആ വ്യക്തിയെ കാണിച്ചു. ഇദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാട്ടി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ 10-22 വർഷമായെന്നും അതുകൊണ്ട് തന്നെ മകന് ഒരു ജോലിയൊക്കെ കിട്ടുന്നത് വരെ തനിച്ച് അദ്ദേഹം ജീവിച്ചെന്നും എന്തായാലും ഇനി അദ്ദേഹത്തിനൊരു കൂട്ട് വേണമെന്നും ഒക്കെ പറഞ്ഞ് ദല്ലാള് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ നേരത്തെ തന്നെ ഈ ആലോചന കൊണ്ടുവന്ന ആളോട് പറയുകയും ചെയ്തു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടാണ്, എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതെന്നൊക്കെ ദല്ലാള് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട ദേവനാരായണൻ ഞെട്ടി. തന്നെക്കാളേറെ പ്രായമുള്ള ആൾക്ക് തന്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നും അതും ഒരു രണ്ടാം കെട്ടാണ് എന്ന് കൂടി അറിഞ്ഞതോടെ ദേവനാരായണൻ ആകെ ഞെട്ടിലോടെ നോക്കി. അതും തൻ്റെ മകളേക്കാൾ കൂടുതൽ പ്രായമുള്ള, കുറച്ചുകൂടി പ്രായമുള്ള ഒരു മകന്റെ അച്ഛനെന്ന് കേട്ടതോടെ ആകെ ടെൻഷനിലായി ദേവനാരായണൻ. ഉടനെ തന്നെ ദേവനാരായണൻ ആ ദല്ലാളിനെയും സുകുമാരിയെയും ദേഷ്യത്തോടെ നോക്കി. അതിനുശേഷം ദല്ലാളിനോട് ദേവനാരായണൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സുകുമാരി ആകെ ഞെട്ടിലോടെ നോക്കുമ്പോൾ സുകുമാരിയെ നോക്കി ദേവനാരായണൻ പറഞ്ഞു, അമ്മ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഇങ്ങനെ ഒരു ആലോചന ഈ വീട്ടിലേക്ക് വേണ്ട, നിങ്ങൾക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് അവരെയെല്ലാം പറഞ്ഞയച്ചു. അവർ പോയി കഴിയുമ്പോൾ സുകുമാരി ദേവനാരായണനെ തിരിഞ്ഞു. ദേവ, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയത്? നല്ലൊരു ആലോചനയായിരുന്നില്ലേ എന്ന് ചോദിച്ചതും ദേവനാരായണൻ ദേഷ്യത്തോടെ സുകുമാരിയോട് പറഞ്ഞു, അമ്മ നല്ല ആലോചനയാന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ആലോചന വേണ്ട. അവളെ എനിക്ക് ഒരു ഭാരമായിട്ടല്ല, മറിച്ച് അവൾക്ക് ഇഷ്ടമുള്ള, അവൾക്ക് യോഗ്യത, അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ തന്നെ ഞാൻ കണ്ടെത്തും. അയാൾക്കൊപ്പം ജീവിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നും എനിക്ക് ഇയാളെ മതിയെന്നും എൻ്റെ മകൾ പറയുന്നത് വരെ അവള് ഈ വീട്ടിൽ തന്നെ കഴിയും. അല്ലാതെ ഒരിക്കലും അവളെ ഞാൻ ആരുടെയും പിന്നാലെ ഈ അവസ്ഥയിൽ ആർക്കും എൻ്റെ ബാധ്യത ഒഴിവാക്കുന്നത് പോലെ ഞാൻ ആരുടെയും കയ്യിൽ പിടിച്ചു കൊടുക്കില്ല എന്ന് ദേവനാരായണൻ കലിയോടെ സുകുമാരിയോട് പറയുമ്പോൾ രാധികയെ ചേർത്ത് പിടിച്ചുള്ള ദേവനാരായണന്റെ വാക്കുകൾ കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛ എന്ന് പറഞ്ഞ് രാധിക സങ്കടപ്പെടുന്നു. ആ കാഴ്ച കണ്ട് ഒരു അഭിപ്രായം പോലും പറയാനാകാതെ യശോദ നോക്കി നിന്നു.